ഞാൻ ഷിബു മടവൂർ. കാർഷിക ഗ്രാമത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കർഷകർക്ക് അധികം ലാഭം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് സമ്മിശ്ര കൃഷി. അപ്പോൾ പ്രത്യേകിച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്ക് വരുമാനം ലഭിക്കാൻ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് തേനീച്ച കൃഷി. അപ്പോൾ എനിക്കിവിടെ ഒരു 10-20 തേനീച്ച പെട്ടിയുണ്ട്. പച്ചക്കറി കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിലുള്ള തേനും കിട്ടുന്നുണ്ട്. അത് തേനീച്ചകൾക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കാതെ തന്നെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തേനീച്ച പെട്ടി പിരിക്കുന്ന സമയമാണിപ്പോൾ. അപ്പം ഞാനൊരു തേനീച്ചയെ പിരിക്കുന്നതായിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴും മഴയൊക്കെ മാറി ഏകദേശം ചൂട് വരുന്ന ഒരു സമയമാണ്. ഈ സമയത്താണ് നമുക്ക് തേനീച്ച പിരിക്കാൻ പറ്റിയ സമയം. മഴയുടെയൊക്കെ ഒരു ഇത് മാറിയെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഇനി വലുതായിട്ട് മഴ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മൾ പിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ നമുക്ക് കൂടുതലായിട്ട് തേൻ കിട്ടിയ ഒരു പെട്ടി. അപ്പോൾ ഇതിലെനിക്ക് നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം തേൻ കിട്ടിയിരുന്നു. അപ്പോൾ ഈ ഒരു പെട്ടിയാണ് ഇപ്പം ഞാൻ പിരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ പെട്ടി തുറന്ന് നോക്കാം, പെട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ ഫുഡൊക്കെ കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പെട്ടി ഒന്ന് തുറന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടി തുറന്നു. അപ്പോൾ അത് കണ്ടോ, അടപ്പിൻ്റെ ഉള്ളിലെല്ലാം നിറയെ ഈച്ച ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല സ്ട്രെങ്ത് ഉള്ള പെട്ടിയായിരിക്കണം പിരിക്കേണ്ടത്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് നല്ല കിട്ടിയ പെട്ടിയാണ്, നല്ല സ്ട്രെങ്ത് ഉള്ള പെട്ടിയാണ്. അപ്പം നമുക്ക് എന്തായാലും ഇത് ഇങ്ങോട്ട് വെക്കാം. അടുത്ത നമുക്ക് ഫീഡിങ് ട്രേ ആണിത്, അത് നമുക്ക് പതുക്കെ ഇങ്ങോട്ട് മാറ്റാം. നമുക്ക് തൽക്കാലം മാറ്റി അങ്ങോട്ട് വെക്കാം. കണ്ടോ, പുതിയ അടയെല്ലാം കെട്ടിയിട്ടുണ്ട്. 6 അടയും ഫുള്ളായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് പിരിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പെട്ടിയാണിത്. നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഈ പെട്ടി പിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ 6 അടയും ഫുള്ളായിട്ട് ഇരിക്കണം. 6 ഫ്രെയിമിലും നിറച്ച് നല്ല രീതിയിൽ അട കെട്ടിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ അതുപോലെ നമുക്കിനി അടുത്തായിട്ട് പുതിയ നമ്മൾ പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെട്ടി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 6 അടയും കാലിയായിട്ടുള്ള 6 അടയുണ്ട്. നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും 2 രീതിയിൽ നമുക്ക് പിരിക്കാം. അതായത് നമ്മൾക്ക് ഇതിൻ്റെ റാണിയെ കണ്ട് കൊണ്ട് പിരിക്കുന്ന രീതിയും റാണിയെ കാണാതെ പിരിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് റാണിയെ കാണാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ നമ്മൾ പിരിക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് അടയും ലാസ്റ്റ് അടയും ഒരു പെട്ടിയിൽ വരാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് അത് കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയാണുള്ള അവസ്ഥയാണ്. നമുക്ക് തൽക്കാലം നമുക്ക് ആദ്യം രണ്ടാമത്തെ അട എടുത്ത് നോക്കാം. എന്തായാലും നിറയെ അടയും നിറയെ മുട്ടയുണ്ട്, ഫുള്ളായിട്ട് മുട്ടയുള്ള ഒരിതാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും അടുത്ത് റാണി ഉണ്ടെന്ന് നോക്കാം. റാണിയെ കാണാൻ പറ്റുമെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതിൽ പഴയ അടയാണ്, ചിലപ്പോൾ റാണി കാണാൻ സാധ്യത കുറവാണ്. ഇതിൽ നിന്ന് നമുക്ക് 3 അട നമുക്ക് മാറ്റാം. അങ്ങോട്ട് നിന്നോ. രണ്ടാമത്തെ അട നമ്മൾ എടുത്ത് വെച്ചു. അപ്പോൾ അതിൽ റാണിയെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കത് റാണിയെ കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് റാണി കാണാത്ത രീതിയിൽ തന്നെ പിരിക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ 4ാമത്തെ അടയാണ് എടുക്കുന്നത്. അതിലും മുട്ടയൊക്കെ ശരിക്കുള്ളതാണ്. ഈച്ച നിറയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അത് റാണിയെ കാണാൻ ലേശം പ്രയാസമാണ്. എന്തായാലും നമുക്ക് റാണിയെ കണ്ടില്ലെങ്കിലും പ്രശ്നമില്ല, റാണിയെ കാണാതെ തന്നെ നമുക്ക് പിരിക്കാം. അപ്പോൾ അതും നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. അപ്പം നമ്മൾ എപ്പോഴും ഇത് നല്ല സ്ട്രെങ്തുള്ള പെട്ടി കറക്റ്റായിട്ട് നമ്മൾ പിരിക്കണം. പിരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത് താനെ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.
അതിൽ നമുക്ക് റാണിയെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്തിനി നമുക്ക് ആറാമത്തെ അടയാണ് അടുത്ത എടുത്തിടേണ്ടത്. ലേശം ചെറിയ രീതിയിൽ തന്നെ കുത്തുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടൊരു ലേശം ഒന്ന് ഗവനിച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മുകളിലോട്ടൊക്കെ അവർ കെട്ടി തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് റാണി കാണാനാണ് സാധ്യത. ഉണ്ടോ, പുതിയതായിട്ടൊക്കെ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റാണി കാണാനാണ് സാധ്യത. എന്തായാലും നമുക്ക് ഇതും ആറാമത്തെ അടയും ഇതിലേക്ക് വെക്കാം. റാണിയെ കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും അതിൽ പുതിയ അട കെട്ടിയിരിക്കുന്നതിൽ കാണാനാണ് കൂടുതൽ സാധ്യത. എന്തായാലും നമുക്ക് ഇനി 3 കാലിയട ഇതിലിട്ട് കൊടുക്കാം. രണ്ടിലും അതിലിട്ട് ഇനി ഇതിലും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പെട്ടി നമുക്ക് അതങ്ങ് കൊണ്ടുപോകുന്ന പെട്ടി നമുക്ക് അങ്ങ് അടച്ചു വയ്ക്കാം. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മൾ കൊണ്ടുപോകുന്ന പെട്ടി. ഇത് അടച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കയറിട്ട് കെട്ടി നമുക്ക് ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം അത് കൊണ്ടുപോയിട്ട് കുറച്ച് ദൂരത്തിൽ വേണം ഇത് വെക്കാൻ. ഓക്കെ, നമുക്ക് ഫീഡിങ് ട്രേയും കൂടെ ഉള്ളിലിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് അങ്ങ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് അത് കൊണ്ടുവയ്ക്കാം. നമ്മൾ തിരിച്ച് ഈ പെട്ടി നമുക്ക് ആദ്യം അതിൻ്റെ ഡോറ് നമുക്കങ്ങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഈച്ചകൾ വന്ന് കയറാതിരിക്കാൻ ബാക്കിയുള്ള ഈച്ചകളെല്ലാം അതിലേക്കായിരിക്കും ആ പെട്ടിയിൽ വന്ന് കയറും. അപ്പോൾ ഇത് നമുക്ക് ലോക്ക് ചെയ്ത് അടച്ചിരിക്കുകയാണ്. ഇത് ഇല വെച്ചിട്ട് തന്നെ അടച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് ഈച്ചകളൊന്നും വന്ന് കയറത്തില്ല. ഇത് നല്ലതുപോലെ നമുക്ക് കയർ വെച്ച് കെട്ടിയിട്ട് വേണം കൊണ്ടുപോകാൻ. പിന്നെ എന്തായാലും നമുക്ക് ഇത് കൊണ്ട് അടുത്തൊരു നമ്മുടെ കുറച്ച് ദൂരത്തിലാണ് വെക്കുന്നത്. നമ്മുടെ ഒരു കൃഷിയിടത്തിൻ്റെ അടുത്ത് ആണ് നമ്മൾ വെക്കുന്നത്. നമുക്ക് അതുകൊണ്ട് വെക്കാം. 10-15 പെട്ടിയുണ്ട്. നമ്മുടെ വേറെ സൈറ്റിൽ ഏകദേശം 10 പെട്ടിയുണ്ട്. അപ്പം അവിടെ ആണ് നമ്മളിത് കൊണ്ട് വെക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് പിരിച്ചു തരും. കുറച്ച് ദൂരത്തിലേക്ക് ഞാൻ തിരിച്ചുകൊണ്ട് വന്ന് പുതിയ വളഞ്ഞ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡൊക്കെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ എൻട്രൻസ് ഇങ്ങോട്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കെട്ടയക്കാം. അപ്പോൾ ഇത് നമ്മുടെ കൃഷിയിടത്തിൽ ചേർന്നുള്ള ഒരു തോട്ടമാണ്. അപ്പം നമ്മുടെ കൃഷിക്ക് ഇങ്ങനെ ഈ കൃഷിയിടത്തിൽ തന്നെ കൃഷിക്കും ഇത് നല്ലതാണ്. നല്ലതുപോലെ കായ്ക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് തേനീച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും ഇവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ ഇത് നമുക്ക് ഈ സമ്മിശ്ര കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെയധികം ലാഭം ലഭിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.